അസ്സലാമു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തജ്വീദുൽ ഖുർആൻ മോഡൽ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. 5 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. നമുക്കിനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഇവിടെ ഓരോ ചോദ്യത്തിനും ഫുർഖാനൻ ബർദൻ ചരിത്രം വഅസ്തബിർ ഉണ്ട്. ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ വെളിവാക്കാതെ ഓതണം. ഓപ്ഷൻസ് നോക്കൂ. ജീം, സ്വാദ്, ഐൻ ചരിത്രം സ്വാദ്. 3 ഇതിലുള്ള ഹാ ഉ അമീരിനെ നീട്ടി ഓതണം. ഓപ്ഷൻസ് വഇദാ മസ്സഹുൽ ഖൈർ വൽ മുൽക്കു ഇന്നഹു കാന ചരിത്രം ഇന്നഹു കാന. ഖുർആൻ ഒരു മുസ്ഹഫിലായി ക്രോഡീകരിച്ചു. ഓപ്ഷൻസ് ഹിജ്റ 12, ഹിജ്റ 14, ഹിജ്റ 6 ചരിത്രം ഹിജ്റ 12. 5 റായിനെ തർക്കീഖ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? 5, 4, 4. പ്രവർത്തനം പൂരിപ്പിക്കുക. 6 റസ്മു ഡാഷ്ക്ക് വിരുദ്ധമായി ഖുർആൻ ഓതാൻ പാടില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഉസ്മാനി. റസ്മുൽ ഉസ്മാനിക്ക് വിരുദ്ധമായി ഖുർആൻ ഓതാൻ പാടില്ല. ഹാ ഉ അമീലിന് മുമ്പും ശേഷവും ഡാഷ് ഉണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹർക്കത്ത്. ഹാ ഉ അമീലിന് മുമ്പും ശേഷവും ഹർക്കത്ത് ഉണ്ടെങ്കിൽ അവയെ നീട്ടി ഓതണം. 8 ഫരിഹ എന്നതിൽ റായിനെ ഡാഷ് ചെയ്ത് ഓതണം. തർക്കീഖ്. ഫരിഹ എന്നതിൽ റായിനെ തർക്കീഖ് ചെയ്ത് ഓതണം. 9 മഖ്റജിലും സിഫത്തിലും ഒത്ത ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് മുത്തമാസിലൈനി. മഖ്റജിലും സിഫത്തിലും ഒത്ത ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങൾക്ക് മുത്തമാസിലൈനി എന്ന് പറയുന്നു. ഖുർആൻ ഡാഷിന്റെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടു. അവിടെ പൂരിപ്പിക്കേണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടു. പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 11 അൽ ഹസ്ഫ്. 12 അസ്സിയാദ. 13 ബദൽ. 14 അൽ ഹംസ്. ഇപ്പുറത്ത് നോക്കൂ. എ ലസുബഹന്ന. ബി യംഹുല്ല. മുഅ്മിനൂൻ. ഡി സ്വലാത്ത്. യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. അൽ ഹസ്ഫ് ചരിത്രം ബി. 12 അസ്സിയാദ ചരിത്രം എ. ലസുബഹന്ന ബദൽ ചരിത്രം ഡി. സ്വലാത്ത് 14 അൽ ഹംസ് ചരിത്രം സി. മുഅ്മിനൂൻ ബി എ ഡി സി. ചേർക്കുക. അതിൽ ബി നോക്കൂ. 15 തർക്കീഖ് ചെയ്യണം. 16 വാവിനെ തർക്കീഖ് ചെയ്യണം. 17 ഹാ ഉ അമീരിനെ നീട്ടരുത്. മുത്തജാനിസീനിക്ക് ഒരു ഉദാഹരണം. ഇപ്പുറത്ത് നോക്കൂ. എ ഖദ് തബയ്യന. ബി വഇലൈഹി തുർജഊൻ. സി ഖാലൂ ത്വാഇറുക്കും വകുന്നാ തുറാബാ. അലിഫിന് തർക്കീഖ് ചെയ്യണം. ചരിത്രം ഡി. വകുന്നാ തുറാബാ. വാവിനെ തർക്കീഖ് ചെയ്യണം. ചരിത്രം സി. ഖാലൂ ത്വാഇറുക്കും. 17 ഹാ ഉ അമീരിനെ നീട്ടരുത്. ചരിത്രം ബി. വഇലൈഹി തുർജഊൻ. മുത്തജാനിസീനിക്ക് ഒരു ഉദാഹരണം. ചരിത്രം എ.
ഖദ് തബയ്യന DC BA. ഇനി അടുത്ത പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 19 ഇദ്ഗാമു മുതമാസിലൈനിക്ക് ഒരു ഉദാഹരണം. ഫമാ റബിഹത് തിജാറത്തുഹും. ഹാ ഉൽ ലമീരിനെ നീട്ടി ഓതിയതിന് ഒരു ഉദാഹരണം. ഇന്നഹു കാന തവ്വാബാ. 21 ഖമറിയായ അക്ഷരങ്ങളിൽ 5 എണ്ണം എഴുതുക. ഉത്തരം അലിഫ്, ജീം, ഖാ, റൈൻ, ഖാഫ്. 22 ഫതഹു ലമ്മോ ഉള്ള റായിനെ എങ്ങനെ ഓതണം? ഉത്തരം റായിനെ തഫ്ഖീം ചെയ്ത് ഓതണം. അടുത്ത പേജ് നോക്കൂ. 23 അലിഫിനെ തഫ്ഖീം ആക്കിയതിന് ഒരു ഉദാഹരണം എഴുതുക. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ഏത് അക്ഷരങ്ങൾക്കാണ് മുതഖാരിബൈൻ എന്ന് പറയുന്നത്? ഉത്തരം മഖ്റജിൽ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക്. 25 ശംസിയായ അക്ഷരങ്ങളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം താ, ദാല്, റാ, സീൻ. 26 സിഹ് എന്നതിലെ റായിനെ തർക്കീഖ് ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിന് മുമ്പുള്ളത് കസ്റുമായതുകൊണ്ട്. എന്നതിലെ റായിനെ തഫ്ഖീം ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം സാക്കിനായ റായിന് മുമ്പ് ഫതഹാവുകയും ശേഷം ഇസ്തിഅലായിന്റെ ഹർഫും വന്നതിനാൽ. ശംസിയായ ഹർഫുകളുടെ പ്രത്യേകത എന്ത്? ശംസിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫ് ലാം വന്നാൽ അവയെ വെളിവാക്കാതെ ഓതണം. എല്ലാ സമയത്തും തഫ്ഖീം ചെയ്യേണ്ട 4 അക്ഷരങ്ങൾ എഴുതുക. ഉത്തരം ഖാ, സ്വാദ്, ളാദ്, റൈൻ. 30 മദ് മുൻഫസിൽ എപ്പോഴാണ് ഉണ്ടാവുക? ഉത്തരം ഹാ ഉൽ ലമീരിന് ശേഷമുള്ള അക്ഷരം ഹംസയാവുമ്പോൾ. 31 ഇസ്തിഫാലിന്റെ ഏതെല്ലാം അക്ഷരങ്ങൾക്കാണ് തർക്കീഖും തഫ്ഖീമും ഉള്ളത്? ഉത്തരം അലിഫ്, വാവ്, ലാം, റാ എന്നീ അക്ഷരങ്ങൾക്ക്. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 ജംഉൽ ഖുർആൻ. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുർആൻ മനഃപ്പാഠമുള്ള നിരവധി സ്വഹാബികൾ ഷഹീദായി. അപ്പോൾ ഖുർആൻ ഒരു മുസഫിലായി ക്രോഡീകരിക്കപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹിജ്റ 12-ാം വർഷത്തിലായിരുന്നു ഇത്. പിന്നീട് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ഇസ്ലാം വിവിധ നാടുകളിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ ഹിജ്റ 25-ാം വർഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ മുസഫിന്റെ പല കോപ്പികൾ പകർത്തി വിവിധ നാടുകളിൽ വിതരണം ചെയ്തു. യോജിച്ച ഉദാഹരണങ്ങൾ ചേർത്തെഴുതുക. അവിടെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. നോക്കൂ, അലം നഖ്ലുക്കും ലാ യമസ്സുഹുൽ ഇല്ലൽ മുതഖറൂൻ ശർരി മാ ഖലഖ് ഫിഅത്തുൻ നുഖാതിലു ഫീ സബീലില്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. താഴെ തർക്കീഖുർ റാ, ഇഖ്ലാബുത് തൻവീൻ, ഇദ്ഗാമു മുതഖാരിബൈൻ, മദ്ദുൽ മുൻഫസിൽ ഫി ഹാഇൽ ലമീർ, തർക്കീഖു ലാമിൽ ജലാല. താഴെ കൊടുത്തിരിക്കുന്ന ഓരോന്നിനും യോജിച്ച ഉദാഹരണം അതിന് നേരെ എഴുതണം. ഇപ്പൊ നോക്കൂ, തർക്കീഖുർ റാ, റായിന്റെ തർക്കീഖ്, അതിനുള്ള ശരിയായ ഉദാഹരണം ഏതാണ്? അതെ, റിമാ ഖലഖ്. എപ്പോഴാണ് റായിനെ തർക്കീഖാക്ക? ആണെങ്കിൽ നമ്മൾ തർക്കീഖാക്കും. ഇനി അടുത്തത് ഇഖ്ലാബുത് തൻവീൻ. ഇഖ്ലാബ് ഉണ്ടാവുക സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നാൽ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് തൻവീനാണ്. അപ്പൊ തൻവീനിന് ശേഷം ഇഖ്ലാബ് വരുന്ന പോലെ ഉദാഹരണം ബസീറും ബിൽ ഇബാദ്. ഇവിടെ തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു. ഇദ്ഗാം മുതഖാരിബൈനി. ഉത്തരം അലം നഖ്ലുക്കും. മദുൽ മുൻഫസിൽ
ഫി ഹാഇൽ ലമീർ. മുൻഫസിൽ എന്നാൽ എന്താണ്? കലിമത്തിന്റെ അവസാനം മദ്ദാക്ഷരവും തൊട്ടടുത്ത കലിമത്തിന്റെ ആദ്യത്തിൽ ഹംസയും. ഹാഇൽ ലമീർ, ഹാഉൽ ലമീർ നമുക്കറിയാമല്ലോ. ന്റെ മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ആ ഹാഉൽ ലമീറാണ്. രണ്ട് സന്ദർഭത്തിനും യോജിച്ച ഉദാഹരണം ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ഇനി അടുത്തത് തർക്കീഖു ലാമിൽ ജലാല എന്ന പദമാണ്. ലാമിൽ ജലാല, ഇവിടെ തർക്കീഖു ലാമിൽ ജലാല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാഹ് എന്ന പദം തർക്കീക്കായി വരണം. ശരിയായ ഉദാഹരണം ഫിഅത്തുൻ നുഖാതിലു ഫീ സബീലില്ലാഹ്. ക്വസ്റ്റ്യൻ പേപ്പർ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു.